രാഹുൽ, ഇത് ഈ പീരുമേടിനെ സംബന്ധിച്ചൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയത് അവിടുത്തെ തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അവർക്കൊക്കെ വേണ്ടി അക്ഷീണം അദ്ദേഹം പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് രാഹുൽ. അനുജ, തീർച്ചയായിട്ടും പീരുമേടിനെ സംബന്ധിച്ചിടത്തോളം, തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം വാടൂരിൽ നിന്ന് പീരുമേട്ടിലേക്ക് കർമ്മമണ്ഡലം മാറ്റി അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു നേതാവായി മാറിയ ആളാണ് ഈ വാടൂർ സോമൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാലങ്ങളിൽ ഇദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരികയും പിന്നീട് തഴയപ്പെടുകയും ചെയ്ത ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ 2021 അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നത്. കന്നി അംഗത്തിൽ തന്നെ ഈ കോൺഗ്രസിന്റെ തന്നെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള സിറിയക് തോമസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് വിജയിച്ച് കയറുന്നതും നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ MLA ആയതിനു ശേഷം ഈ പീരുമേട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രശ്നങ്ങളിൽ ഈ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിനും ഒപ്പം തന്നെ ഈ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഭരിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ റവന്യൂ വകുപ്പിനെതിരെ യാതൊരു മടിയും കൂടാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ജനകീയനായിരുന്ന നേതാവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വിയോഗം അത് തീരാ നഷ്ടം തന്നെയായി പീരുമേടും അതുപോലെ തന്നെ ഇടുക്കിയും കേരളം ഒന്നാകെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീപ്പ് യാത്രയെപ്പറ്റി നമ്മൾ ഈ അല്പസമയം മുമ്പ് ശ്രീജിത്ത് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ, ഇടുക്കിയിലേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ആ ജീപ്പിലായിരിക്കും. ആ ജീപ്പിൽ അദ്ദേഹം എല്ലാ മേഖലയിലൂടെ, അതായത് ഒരു മലയോര മേഖലയാണ്, കൂടുതൽ ഓഫ് റോഡ് വഴികൾ ഉള്ളതാണ്, തോട്ടം മേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു MLA ആയതിനപ്പുറം ഈ ഒരു വലിയ നേതാവായി അല്ലെങ്കിൽ ഞാനൊരു MLA ആയി എന്ന് ഉള്ളൊരു ഗമയ്ക്ക് അല്ല, അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം ഉള്ള സാധാരണക്കാരുടെ വാഹനമായ ജീപ്പിലാണ് അദ്ദേഹം ഓരോ പരിപാടികളിലും എത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ ആ ജീപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അത്രത്തോളം സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരനായി തന്നെ കഴിഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം. ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തോട്ടം തൊഴിലാളി പ്രശ്നങ്ങളിലൊക്കെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളൊക്കെ തുറപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങളുണ്ട്. പണ്ട് നേരത്തെ ഈ സമര പരമ്പരകളൊക്കെ അരങ്ങേറുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ട കഥകളൊക്കെ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം നടക്കുമ്പോൾ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്. അത് പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് എന്ന കാര്യം കൂടിയുണ്ട്. അത്രത്തോളം കണ്ട ജനകീയനായ ഒരു നേതാവായിരുന്നു വാടൂർ സോമൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്, അത്തരത്തിലേക്കുള്ള ഒരു ജനപ്രതിനിധിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പീരുമേട് MLA വാടൂർ സോമന്റെ അന്ത്യം അല്പസമയം മുൻപാണ് സംഭവിച്ചത്. ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിച്ചു, ശാസ്തമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഭൂമി പ്രശ്നങ്ങളിലും ഒപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങളിലുമൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. വാടൂർ സോമൻ വിടവാങ്ങിയിരിക്കുന്നു.